ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അൽഖവനീജിലുള്ള ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലവ് ലോക്ക് ബ്രിഡ്ജ് എന്നും കൂടി അറിയപ്പെടും. ദുബായിലെ തന്നെ ഫസ്റ്റ് ലവ് ലോക്ക് ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീക്കെൻഡ്സ് ഒക്കെ ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്ന ഒരു സൺഡേ ആയിരുന്നു. നല്ല രീതിക്ക് വീക്കെൻഡ്സ് ഒക്കെ റിലാക്സ് ചെയ്യാനും റിഫ്രഷ്മെൻറ്റ് ഒക്കെ ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. നല്ലൊരു ഫേമസ് ഹാങ് ഔട്ട് സ്പോട്ട്. അങ്ങോട്ട് ഡയറക്റ്റ് മെട്രോ ലൈനൊന്നും കണ്ടില്ല. ഞങ്ങൾ കാറിലായിരുന്നു പോയിരുന്നത്. 52nd നാഷണൽ ഡേയോടനുബന്ധിച്ച് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റിങ്സിലൊക്കെ നാഷണൽ ഡേ ആയ കാരണം അതിൻ്റേതായിട്ടുള്ള കളേഴ്സും ഫ്ലാഗ്സിൻ്റെ കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഫാമിലീസ് ഉണ്ടായിരുന്നു. കുട്ടികളേനായിട്ടൊക്കെ ഒരു ഔട്ടിങ് പോലെ പോയതും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ആംബിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹാങ് ഔട്ട് സ്പോട്ടാണ് ലാമർ. ആ ലാമർ മേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഡെസ്റ്റിനേഷനും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മേറാസ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മൊത്തം 3,50,000 സ്ക്വയർ ഫീറ്റിലായിട്ടാണ് ഈ ഒരു ഫുൾ പ്ലേസ് അവർ എക്സ്പ്ലോർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ലേക്കിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയത്. ലേക്കിലാണെങ്കിലും ലൈറ്റൊക്കെയുള്ള ഒരുപാട് താമരകളൊക്കെ ഫ്ലോട്ട് ചെയ്തു പോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഫൗണ്ടെയിൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലേക്കിന് കുറുകെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് മൊത്തത്തിൽ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിരിക്കുക. അവിടുത്തെ മരങ്ങളും സീറ്റിങ്സും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഇൻറ്റീരിയറും ഔട്ട്ഡോർ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻനെസ് ഉണ്ടായിരുന്നു. നിലത്ത് വേണമെങ്കിൽ ഇരിക്കാം, അത്രയും നല്ല രീതിയിൽ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം കുറേ നല്ല റെസ്റ്റോറൻറ്റ്സും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സും ഉണ്ട്. കുറേ ട്രക്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഐസ്ക്രീം ആയിക്കോട്ടെ, ക്യാൻഡീസ് ആയിക്കോട്ടെ, നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഭാഗത്തിന്. അതല്ലാതെ ഫുഡ് ട്രക്സും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ക്രാപ്പ് ഐറ്റംസ് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നത് അവിടെ കാണാൻ പറ്റി. നടപ്പാതകളൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നടക്കാനും ഓടിക്കളിക്കാനും പിച്ച വെച്ച് നടക്കുന്ന കുട്ടികൾ പോലും അവിടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണത് കാണാൻ പറ്റി. അതിനടുത്തായിട്ടൊരു വിഷിംഗ് വെല്ല് കണ്ടപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പൈസ എടുത്തിടാൻ പറ്റുന്ന പോലത്തെ വലിയൊരു കിണറായിരിക്കും എന്ന് വിചാരിച്ച് ചെന്ന് ഞാൻ ശരിക്കും പറ്റിക്കപ്പെട്ടു. അത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെയായിരുന്നു. വിഷിംഗ് വെല്ലെന്നാണ് അതിൻ്റെ പേര്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാലും വിഷ് ചെയ്താൽ നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വിഷ് ചെയ്യാൻ പോയില്ല. നമ്മൾ ശരിക്കും അവിടെ പോയിട്ടുള്ളത് പ്രോമിസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ലവ് ലോക്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ബ്രിഡ്ജിൽ നിറയെ കുറേ പ്രണയിനികൾ ലവ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രണയം ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും പ്രണയമൊക്കെയാണ് ഈ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞപ്പോൾ. സത്യത്തിൽ ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് പോയതല്ല, പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു ലോക്കെങ്കിലും കെട്ടണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. അതിൽ 2 പേരുടെ പേരെഴുതി അതിൽ ചിത്രവരകളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ അവർ ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അത് നടന്ന് കുറേ കണ്ടു. ഫാമിലീസിൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 4 പേരുടെ പേരെല്ലാം കണ്ടു. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.